എന്തോന്നടേ ഒരു താരത്തെ ഇങ്ങനെ കൂവി വിളിക്കാൻ മാത്രം എന്താണ് സംഭവിച്ചത്? ഏ ബർണാബ്യൂവിൽ കിലിയൻ എംബാപ്പയ്ക്കെതിരെ കൂവി വിളി. അദ്ദേഹം ഇന്നലെ മത്സരത്തിന് ഇറങ്ങിയിട്ടില്ല. കുറച്ച് അലാപസമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റെഡ് കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരം കളിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പക്ഷേ ഗാലറിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ട സമയത്താണ് ബർണാബ്യൂവിൽ ഒരു കൂക്കൽ മൊത്തത്തിൽ മുഴങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ് കൂക്കൽ? ചാമ്പ്യൻസ് ലീഗിൽ തോറ്റതിൻ്റെ പിന്നാലെയാണോ അതോ ആ റെഡ് വാങ്ങിയനോ? മിക്കവാറും ചാമ്പ്യൻസ് ലീഗിൽ തോറ്റതിൻ്റെ അരിശം ബർണാബ്യൂവിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഫാൻസിൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. അതൊക്കെ ആയിരിക്കാം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. കാരണം ഗണ്ണേഴ്സിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് തോറ്റത് പോട്ടെ, അത് അവരുടെ ഗ്രൗണ്ടാണ്, അവരുടെ വീടാണ്, അവിടെ തോറ്റത് പോട്ടെ. ഇവിടെ സ്വന്തം ഹോമിൽ വന്നിട്ട് തോറ്റത് അങ്ങനെ അങ്ങ് മാഡ്രിഡ് ഫാൻസിന് വിട്ട് കളയാൻ പറ്റില്ലല്ലോ. ഇവിടെ തിരിച്ചടിക്കുമെന്ന് കണ്ടിന്യൂസ് ആയിട്ട് മുന്നേറ്റത്തിൻ്റെ താരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടിയും അല്ലാതെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടും തിരിച്ചടിക്കണ്ട. ഇവിടെയും തോറ്റത്, ബർണാബ്യൂവിലും തോറ്റത് ഒരു ഭയങ്കര വിഷയം തന്നെയാണ്. അതിൻ്റെ ഒക്കെ ഒരു അരിശം മാഡ്രിഡ് ഫാൻസിൻ്റെ കയ്യിലുണ്ടാവും. എവിടെന്നെങ്കിലൊക്കെ ഇനി ഗണ്ണേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അത് പകരം കൊടുക്കാനും മതി. റയൽ മാഡ്രിഡാണ് ഏതാണ് ചാമ്പ്യൻസ് ലീഗ് നേടാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക്. PSG ഒരുപാട് വട്ടം ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് നടന്നിട്ടില്ല. അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് നേടാൻ പറ്റിയ ഏറ്റവും നല്ല ക്ലബ്ബിൽ തന്നെയാണ് വന്നത്, റയലിൽ. പക്ഷേ ഇവിടെയും അദ്ദേഹത്തിന് വിഫലമാണ് ശ്രമത്തിൻ്റെ ഒക്കെ ഫലം. എന്താകും ഇനി വരും സീസണിലൊക്കെ നോക്കാം. അദ്ദേഹത്തിനെ കൊണ്ട് മാഡ്രിഡിനെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ മാഡ്രിഡിൻ്റെ ലെവൽ നമുക്ക് എത്രത്തോളമാണെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഈ സീസണിൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏതായാലും കിലിയൻ എംബാപ്പെ ഇന്നലെ ബർണാബ്യൂവിൽ ഫാൻസ് കൂവി വിട്ടിട്ടുണ്ട് അത്യാവശ്യം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം, ഈ ഒരു തോൽവിയൊക്കെ തന്നെയായിരിക്കാം.